ഇപ്പോൾ കാലത്തിലെ സേതു ഉൾപ്പെടെയുള്ള കഥാപാത്രങ്ങളുടെ ഇതിനൊരു പുതിയ തലമുറയിലേക്ക് വരുമ്പോൾ ഇതേ കഥാപാത്രങ്ങൾ ഈ പുതിയ തലമുറയിൽ റെപ്രസെൻ്റ് ചെയ്ത് കാണുന്നുണ്ടോ? അതായത് കാലം മാറുന്നെങ്കിലും ആ വ്യക്തികൾ പ്രതിനിധാനം ചെയ്ത വൈകാരികമാണെങ്കിലും സാഹചര്യങ്ങളാണെങ്കിലും സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളാണെങ്കിലും ഇത് ആവർത്തിക്കപ്പെടുന്നുണ്ടോ? പുതിയ കാലത്ത് ഈ സേതുവിനടക്കം പുതിയ പ്രതിനിധികളെ അല്ല, ഈ സേതു കാലത്തെയും പ്രശ്നമാണ്. കാരണം ഇപ്പോൾ കാലത്തിൻ്റെ തീം എന്ന് പറഞ്ഞാൽ ഉയരത്തിലെത്താനുള്ള ഒരു വെമ്പലിൽ ചവിട്ടി മതിച്ച് കയറിപ്പോയി മുകളിലെത്തി തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, ശൂന്യതയാണ്. ഇത് ഏത് കാലത്തും ഏത് ഭാഷയിലും എവിടെയും എന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയും. അപ്പോൾ ആ കാലം മാറുന്നു വെച്ചാൽ അതിൻ്റെ സാഹചര്യങ്ങൾ മാറുന്നുണ്ടാവും. ടിമ്പർ മില്ലിൽ പകരം വേറൊരു സ്ഥലത്തായിരിക്കാം, പക്ഷേ മുകളിലേക്ക് എത്താനുള്ള വെമ്പലുണ്ടല്ലോ. ദർ ഈസ് റൂം ഫോർ വൺ അറ്റ് ദ ടോപ്പ്. മുകളിലൊരു സ്ഥലമുണ്ട് ഒരാൾക്ക് എന്ന് വെച്ചിട്ട് അതിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ടുള്ള ഒരു കുതിച്ച് പാച്ചിലുണ്ടല്ലോ. അത് കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ പായുമ്പോൾ തൻ്റെ കാലടികളുടെ കീഴിൽ നിന്ന് പലതും ചവിട്ടി മതിച്ചാകുകയും ചില രോദനങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം കേൾക്കില്ല. അത് കുറേ കഴിഞ്ഞ് മുകളിലെത്തി നോക്കുമ്പോഴാണ് അതിനെപ്പറ്റിയൊക്കെ ഓർമ്മ വരുന്നത്. അതെവിടെയും സംഭവിക്കുന്നത്, ഏതു കാലത്തും. അത് അതിനെല്ലാം അപ്പുറമുള്ളൊരു തൃഷ്ണയാണല്ലേ, സമൂഹത്തിൻ്റെ തൃഷ്ണയാണത്. ബേബി വീറ്റ ഇൻസൈഡ് ഔട്ട് brought to you by കൂടുതൽ പോഷകാഹാരങ്ങളോടെ ട്രഡീഷണൽ ബേബി വിറ്റ. മുമ്പൊക്കെ അതിൽ കൂടുതൽ സജീവമായ ചില പ്രതികരണങ്ങൾ വന്നിരുന്നു. പ്രത്യേകിച്ച് ചില ഉത്തരവാദിത്തപ്പെട്ട പോസ്റ്റുകൾ വഹിച്ചിരുന്ന സമയത്തും വളരെ പവർഫുള്ളായ പദവികൾ വഹിച്ചുകൂടി വന്നിട്ടുണ്ട് സാഹിത്യ മേഖലയിൽ തന്നെ. മലയാള ഭാഷയെക്കുറിച്ചും വലിയ ചർച്ചയുണ്ട്. ഇത് ക്ലാസിക്കൽ ഭാഷാ പദവിയിലേക്ക് നമ്മൾ ഉയർത്തപ്പെടുന്നതിനെക്കുറിച്ച്. ലോകത്ത് പല സംസ്കാരങ്ങളും വരികയും പലതിനും നാശം സംഭവിക്കുകയും പുതിയതുയർന്നു വരികയും ചെയ്തുകൊണ്ട് ഇത് നേരത്തെ പറഞ്ഞ പോലൊരു പ്രോസസ്സിൻ്റെ ഭാഗമാണ്. മലയാളം, കേരളീയത, നമ്മുടെ നാട്, നേരത്തെ അങ്ങ് പറഞ്ഞ പച്ചപ്പ്, ഗ്രാമങ്ങൾ, ഇതെല്ലാം ഈ ട്രാൻസ്ഫോർമേഷന് വിധേയമായി കൊണ്ടിരിക്കുകയും ചെയ്യും. അങ്ങ് ഇതിനെ എങ്ങനെയാണ് എൻവിസേജ് ചെയ്യുന്നത്? എങ്ങനെയാണ് കാണാൻ? മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ ഭാഷ എന്ന് പറയുന്നതിൽ ഏത് ഒരിക്കലും ഈ ഭാഷയോട്, നഷ്ടപ്പെട്ട ഭാഷയോട്, അല്ലെങ്കിൽ ഭാഷ നഷ്ടപ്പെടാതിരിക്കാനുള്ളൊരു വ്യഗ്രത എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് മാത്രമല്ല. ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിലടക്കം, ഓസ്ട്രേലിയയിലടക്കം ഓസ്ട്രേലിയൻ ആദിവാസികൾ, അതിന്ന് പിന്നെ സമൂഹത്തിലേക്ക് വന്ന ആളുകളൊക്കെ പിന്നീട് അവരെ ലോസ്റ്റ് ജനറേഷൻ, സ്റ്റോളൻ ജനറേഷൻ എന്നൊക്കെ വിളിക്കും. അവർ ഈ പോയ ഭാഷയെപ്പറ്റി അവർ വ്യാകുലത അവർ പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മളും അതേപോലെ തന്നെ. നമ്മളിപ്പോൾ ഞാനെപ്പോഴും പറയാറുള്ള ഭാഷയോട് നമുക്ക് സ്നേഹം വേണം, ആദരവ് വേണം. പക്ഷെ ഭാഷ ഭ്രാന്തൊന്നും വേണ്ട. ഭാഷ ഇംഗ്ലീഷ് എന്തുകൊണ്ട് ഇത്ര വളർന്നു? ഖുഷ്വന്ത് സിംഗ് ഒരിക്കൽ പറഞ്ഞു ഇറ്റ്സ് എ ബാസ്റ്റാർഡ് ലാംഗ്വേജ് എന്ന്. അദ്ദേഹം ബാസ്റ്റാർഡെന്ന് ഞങ്ങളൊക്കെ ഉള്ളൊരു മീറ്റിങ്ങിൽ അദ്ദേഹം പറയുന്നത് ഏത് ദിക്കെന്നുള്ള പദസമ്പത്ത് അവർ സ്വീകരിച്ച് ആണ് അങ്ങനെ വലുതായി തീർന്നത്. ഇപ്പം നിങ്ങൾ ഈ റീജിയണൽ ഭാഷക്കാർ വളരെ ഒരുതരം മറ്റ് ഭാഷ ഇതിനെ മാറ്റി നിർത്തുന്നതല്ല. ഭാഷ പദസമ്പത്ത്, വൊക്കാബുലറി വളർത്താനുള്ള ശ്രമം നടത്തണം. ഞങ്ങളൊക്കെ ഉള്ളൊരു ഡൽഹിയിലുള്ളൊരു മീറ്റിംഗായിരുന്നു. അപ്പോൾ അത് വളരെ ശരിയാണ്. കാരണം നമ്മൾ ഇംഗ്ലീഷിൽ പല വാക്കുകളും നമ്മുടെ ഇവിടുന്ന് ഇപ്പോൾ കത്ത്, കരാറ്, തകരാറ്, ഇനാം, അസൽ, ബംഗ്ലാവ്, തഹസിൽദാർ, ഇതൊക്കെ ഇവിടുന്ന് പോയ വാക്ക്. അതൊക്കെ ഇപ്പോൾ ആക്സെപ്റ്റഡ്, അംഗീകരിച്ച വാക്കുകൾ തന്നെയാണ്. അങ്ങനെ നമ്മൾ മറ്റു പലയിടത്തും വാക്കുകൾ ഇല്ലയെന്ന് പറഞ്ഞുകൂടെ, സ്വീകരിക്കുന്നുണ്ട്. പക്ഷേ ഇതിലധികം നമുക്ക് പദസമ്പത്ത് വേണം എന്ന് പറയുന്ന പലരുമുണ്ട്. ആ ഒരു പ്രയത്നം നടത്താതെ ഭാഷയ്ക്ക് വേണ്ടിയുള്ള മുറവിളിയിൽ കാര്യമുണ്ടോ? നമ്മൾ ഭരണഭാഷ മലയാളമാക്കിയത് കൊണ്ടോ ഇതിനു വേണ്ടി ഇത്തരത്തിൽ നിയമങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. ഭാഷ സമ്പന്നമായിരിക്കണം.
ഇപ്പോൾ ഭരണഭാഷ മലയാളമാക്കണമെന്ന് ഞാൻ പറയുന്ന ഒരാളാണ്. കാരണം ഇവിടെ സർക്കാരിൽ നിന്നൊരു കടലാസ് വരുമ്പോൾ സാധാരണ ഇംഗ്ലീഷ് പഠിക്കാത്ത ഒരാൾക്ക് ഇതെന്താ ഈ കടലാസ് മനസ്സിലാവില്ല. കോടതി ഭാഷയും മലയാളമാക്കേണ്ടതാണ്. അത് ഞാൻ പറയുന്നതാണ്. കാരണം ആളുകൾക്ക് മനസ്സിലാവില്ല വക്കീൽ എന്താ പറയണത്. അയാൾ ചിലപ്പോൾ അയാളുടെ ചില കുടുംബകാര്യങ്ങളൊക്കെ പറഞ്ഞ് എനിക്കിത് തൽക്കാലം ഒന്ന് മാറ്റി വെക്കണം എന്നൊക്കെ ആയിരിക്കും ചെന്ന് പറയുന്നത്. ഇവിടെ വന്ന് പാവം ഇയാൾ ഈ പൈസയൊക്കെ കൊടുത്തിട്ട് ഇയാൾ എന്താ വിചാരിക്കുക, എൻ്റെ കാര്യങ്ങൾ അവിടെ മുഴുവൻ പറയാനെന്ന്. നേരെ മറിച്ച് ഭാഷ അവർക്ക് പ്രാപ്യമായ ഒരു ഭാഷയാണെങ്കിൽ കോടതി ഭാഷ, അതുപോലെ ഭരണഭാഷ, അത് വേണ്ടത് തന്നെയാണ്. അതിനെപ്പറ്റി സംശയമൊന്നുമില്ല. പക്ഷെ എന്ന് വെച്ച് നമ്മൾ ഇംഗ്ലീഷ് പാടില്ല, വേറൊരു ഭാഷ ഹിന്ദി പാടില്ല, ഒരു ഭാഷയെ അകറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അതൊന്നൊക്കെ സ്വീകരിക്കും. നമ്മൾ ഇവിടെ തന്നെ ഈ മക്കോളയുടെ കാലത്ത് ഇതുണ്ടാക്കി ഗുമസ്തന്മാരുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചു എന്നൊക്കെ പറയണം. പക്ഷേ ഈ ഇംഗ്ലീഷിൽ നിന്ന് പലതും ഉൾക്കൊണ്ടു നമ്മുടെ പ്രാദേശിക ഭാഷകളൊക്കെയും, മലയാളം മാത്രമല്ല, ഈ ഇതിന്ന് പലതും ഉൾക്കൊണ്ടു. ഇപ്പം ഇവിടെ തന്നെ കേരളവർമ്മ കോളേജിലെ പ്രിൻസിപ്പളായിരുന്നു ശങ്കരൻ നമ്പ്യാർ. അദ്ദേഹം ഇംഗ്ലീഷാണ് പഠിപ്പിച്ചത്. അദ്ദേഹമാണ് മലയാളം MA അവിടെ തുടങ്ങിയത് കേരളവർമ്മ കോളേജിൽ. അദ്ദേഹത്തിൻ്റെയാണ് ഓട് എന്താണ്, സോണറ്റ് എന്താണ്, പ്രസ്ഥാനത്രയം എന്നൊക്കെ പറഞ്ഞുള്ള പുസ്തകങ്ങളിലൂടെ നമ്മളെ പലതും പഠിപ്പിച്ചത്, ഇവിടെ ആളുകൾക്ക് ചിലത് പരിചയപ്പെടുത്തിയത്, ചില സാഹിത്യരൂപങ്ങൾ, ഗീതകം ഇതൊക്കെ പരിചയപ്പെടുത്തിയ അദ്ദേഹമായിരുന്നു. അപ്പോൾ ഇതിന്നൊക്കെയും നമ്മൾ നല്ല സ്വയം ജീവസ്സുള്ള ഒരു ഭാഷയാണെങ്കിൽ വേറെ ഭാഷകളുടെ ഈ കടന്നുകയറ്റമൊക്കെ ഉണ്ടായാലും അതിന്ന് അവനവന് വേണ്ടത് സ്വീകരിച്ച് സ്വയം ഭാഷയെ വളർത്തുക. ഇത് ഇന്ത്യൻ പ്രാദേശിക ഭാഷകൾക്കൊക്കെ ഈ ഒരു കരുത്തുണ്ട്. അങ്ങനെ വന്നതാണ് പല ഭാഷകൾ. കുട്ടിക്കാലം വരുന്ന സമയത്ത് നോവലുകളൊക്കെ വായിക്കുകയും അതായിരുന്നല്ലോ ഒരു കാലത്ത് ഒരു തലമുറയിൽ എപ്പോഴും അത് വല്ലാതെ സ്വാധീനിക്കും. ആ ഒരു പ്രായം എന്ന് പറയുന്നത് അന്ന് ആ കഥാപാത്രങ്ങളൊക്കെയാണ്. ഇപ്പോൾ പറഞ്ഞ പോലെ സേതുവിനെ പോലെയൊക്കെ അന്നിങ്ങനെ മനസ്സിലുണ്ടായിരുന്ന ഒരു ചോദ്യമാണ്. അതിനിപ്പോൾ പ്രസക്തി ഉണ്ടോ എന്നറിയില്ല. ആ വിഷയങ്ങളല്ല നമ്മൾ സംസാരിച്ചതും. ആ ഒരു ഇതിലൂടെ എല്ലാം കടന്നു പോകുമ്പോൾ സ്വയം അതിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് കഥാകൃത്ത്. അതിൻ്റെ ഏറ്റവും ഉന്നതിയിൽ നിന്നുകൊണ്ടാണ് ആ രചനകളെല്ലാം കടന്നു പോകുന്നത്. അങ്ങേ അലട്ടിയ അത്തരം കഥാപാത്രങ്ങൾ ഏതെങ്കിലും ഇപ്പോഴും കൂടെ നടക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിലുണ്ടാവും? കാരണം ഇവരുടെയൊക്കെ പല അവരുടെ നിഴൽ പോലെയൊക്കെ പലതും കണ്ടാവും. ഇന്ന് നമ്മുടെ ഈ അംശങ്ങൾ ചേർത്തിട്ടാണ് നമ്മൾ ഒരു ക്യാരക്ടറിനെ അതേപടി എടുക്കുന്നില്ല. ഇപ്പോൾ ഗ്രാമത്തിലായാലും നഗരത്തിലായാലും അതേപടി എടുക്കുന്നില്ല. നമ്മുടെ ചില കാര്യങ്ങൾ അതിൽ ചേർക്കുന്നു. പക്ഷേ അതിനെ ഒരു പ്രേരകമായിട്ടുള്ളത് ഒരു സ്കെച്ച് പോലെ അവിടെ അതുണ്ടാവും. അതിൽ നമ്മുടെ ഇതും ആഡ് ചെയ്തിട്ട് നമ്മളൊരു പുതിയ ക്യാരക്ടറിനെ ഉണ്ടാക്കുക ചെയ്യും. അങ്ങനെ ജീവിതത്തിലൂടെ കടന്നു പോകുന്നിട്ടുള്ള പല കഥാപാത്രങ്ങളെയും നമ്മൾ കണ്ടുമുട്ടിയ കഥാപാത്രങ്ങളെയൊക്കെ നമ്മൾ പലതും നമ്മുടേതായ അംശങ്ങൾ ചേർത്ത് ഒന്ന് നവീകരിച്ച് നമ്മൾ പുതിയൊരു പുനഃസൃഷ്ടി നടത്തിയിട്ടാണ് കൊണ്ടുവരുന്നത്. നേരെ അതേപടി ആകുന്നില്ല, അതേപടി ഉപയോഗിക്കുന്നില്ല. ഇപ്പോൾ പലരും എന്നോട് പണ്ടൊക്കെ ചോദിച്ചിരുന്നു, നാലുകെട്ടിൽ അപ്പുണ്ണി ഞാൻ തന്നെയാണോ? നാലുകെട്ടിൽ അപ്പുണ്ണിയായിട്ട് എനിക്ക് ഒരു ബന്ധമില്ല. ഈ നാലുകെട്ടിലെ കഥ പറഞ്ഞത് എൻ്റെ അമ്മയാണ് പറഞ്ഞു തന്നത്. ആ സംഭവങ്ങളൊക്കെ പറഞ്ഞു തന്നത് എൻ്റെ അമ്മയാണ്. അപ്പോൾ ഞാൻ ഒരു ക്യാരക്ടറിനെ ഞാൻ ഉണ്ടാക്കുകയാണ്. കാരണം കോന്തുണ്ണിമാമയുടെ ആൺകുട്ടികളില്ല, അതിൽ മരിച്ചുപോയ കോന്തുണ്ണിമാമയ്ക്ക് ആൺകുട്ടികളില്ല. അപ്പോൾ സപ്പോസ് ഒരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക, അവനൊരു ഇങ്ങനത്തെ ഒരാളാകില്ലേ എന്നൊരു തോന്നലിൽ നിന്നായിരിക്കാം ഈ ക്യാരക്ടർ ഉണ്ടായത്. ഇത്രയും ഈ നേരത്തെ സംസാരിച്ചതുപോലെ ആളുകളിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഇത്രയും നോവലുകൾ, കഥകൾ, ചലച്ചിത്ര ഭാഷ്യങ്ങൾ, സ്വതന്ത്ര ചലച്ചിത്ര ആവിഷ്കാരങ്ങൾ, സംവിധാനം, ഇതിലെല്ലാമുള്ള നമ്മുടെ കലയുടെ ഒരു ടച്ചുണ്ട്. നമ്മൾ അതിനകത്തൊരു മാസ്റ്റർ പീസ് എന്ന് പറയാവുന്നതെല്ലാം രചിക്കുമ്പോൾ ഇതിൻ്റെ എല്ലാം റോയൽറ്റികളും ഇതെല്ലാം തരുന്ന, നേരത്തെ സംസാരിച്ച ഒന്നാണ് ഇതിൻ്റെ ഒരു സാമ്പത്തിക വശം. അങ്ങ് എന്തുമാത്രം നല്ലൊരു ഫിനാൻസ് മാനേജറാണ്? അങ്ങനെ നന്നായിട്ടൊന്നും മാനേജ് ചെയ്യുന്ന ആളല്ല.
പിന്നെ ഓരോരുത്തരെ അഡ്വൈസ് ചെയ്യാൻ തുടങ്ങി. പിന്നെ നമുക്കിതൊന്നും അറിയാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അതിന് അറിയുന്ന ആളുകളെയൊക്കെ ഏൽപ്പിക്കുക എന്നല്ലാതെ ഞാനതൊരു നല്ല ഫിനാൻസ് മാനേജ്മെൻറ്റ് എനിക്കില്ല. അപ്പോൾ അത് അഡ്വൈസ് ചെയ്യുന്ന ആളുകളുണ്ട്. ഇപ്പോൾ നമ്മുടെ ഓഡിറ്റർമാർ, ഇൻറ്റേർണൽ ഓഡിറ്റ് ഉണ്ട്, അതൊക്കെ ഞാനതിലൊരു വിദഗ്ധനാണെന്ന് പറഞ്ഞുകൊണ്ടാണ്. കുറേ പേര് എന്നെ ശാസിച്ചിട്ടുണ്ട് ഒരു ഘട്ടത്തിൽ, ഇങ്ങനെ ആയാൽ പോരാ എന്നുള്ളത്. കുറച്ചുകൂടി കരുതലോടെ വേണം. കരുതലോടെ വേണം എന്ന് പലരും എന്നെ ശാസിച്ചിട്ടൊക്കെ ഉണ്ട്.